ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. പലപ്പോഴും നമ്മൾ ദൈവത്തോട് പരാതി പറയാറുണ്ട്. ചില ഇൻസിഡൻസ് നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചതോ നമ്മൾ ചോദിച്ചതോ നമ്മൾ ആഗ്രഹിച്ചതോ നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ, അല്ല അതിനെല്ലാം നേരെ എതിരായിട്ട് വരുമ്പോൾ ദൈവം എന്നോട് കോപിച്ചു, ദൈവം എന്നോട് കോപിക്കുന്നുണ്ട് എന്നൊക്കെ നീ പറയുന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ദൈവം നമ്മളോട് കോപിക്കുന്നത്? അതൊരു ചോദ്യചിഹ്നമാണ്. ദൈവം കോപിക്കുമോ? ദൈവം സ്നേഹവാനാണല്ലോ. നമ്മളെല്ലാം പ്രസംഗിക്കുന്നു, കേട്ടിരിക്കുന്നു, അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ്, കാരണം ദൈവം സ്നേഹമാണ്. എന്നാൽ സങ്കീർത്തനകാരൻ പറയുകയാണ്, 10-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം പറയുന്നു, ദുഷ്ടൻ സ്വന്തം ദുർമോഹങ്ങളിൽ പ്രശംസിക്കുന്നു, ദോഷി തന്നെത്താൻ പുകഴ്ത്തുന്നു, കർത്താവ് കോപിക്കുന്നു. എപ്പോഴാണ് ദൈവം കോപിക്കുന്നതെന്ന് പറഞ്ഞാൽ, ദുഷ്ടൻ സ്വന്തം ദുർമോഹങ്ങളെക്കുറിച്ച് പ്രശംസിച്ച് പറയും. ഞാൻ വലിയ സംഭവമാണെന്ന് ദുഷ്ടൻ സ്വന്തം ദുർമോഹങ്ങളെക്കുറിച്ച് പ്രശംസിച്ചാലും, അതുപോലെ തന്നെ ദോഷി തന്നെത്താൻ പുകഴ്ത്തി, ദോഷകരമായ കാര്യങ്ങൾ ചെയ്ത് അത് പ്രശംസ നേടും, തന്നെത്താൻ പുകഴ്ത്തും, ഞാൻ വലിയ സംഭവമാണെന്ന് പുകഴ്ത്തി പറഞ്ഞാൽ ദൈവം നമ്മോട് കോപിക്കും പറയും. അതുകൊണ്ട് നിൻ്റെ ലൈഫിൽ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്വന്തം ദുർമോഹങ്ങളെ നീ എന്ത് ചെയ്യരുത്? പ്രശംസിക്കരുത്. അതുപോലെ തന്നെ ദോഷകരമായ കാര്യങ്ങൾ ചെയ്ത് നീ പുകഴ്ത്തരുത്. അങ്ങനെ ചെയ്താൽ ദൈവം നമ്മോട് കോപിക്കാൻ ഇടവരും. വചനം നമ്മെ ഓർമ്മപ്പെടുത്താൻ. അതുകൊണ്ട് ഈ മേഖലയിൽ ഒരു ശ്രദ്ധ നമുക്കുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ.